താമരശ്ശേരി മണ്ണിടിച്ചിലുണ്ടായി. അവിടെ ഗതാഗതം ഒക്കെ ഇടയ്ക്കിടയ്ക്ക് തടസ്സപ്പെടുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഗതാഗതം പുനഃസ്ഥാപിച്ചു എന്ന വാർത്തയാണ് വരുന്നത്. മൾട്ടി ആക്സിൽ വാഹനങ്ങൾക്ക് ഒഴികെ മറ്റെല്ലാ വാഹനങ്ങളും കടത്തിവിടുന്നുവെന്നാണ് ഇപ്പോൾ ഷഹദ് റഹ്മാൻ റിപ്പോർട്ട് ചെയ്യുന്നത്. ഷഹദ് ഗുഡ് മോർണിംഗ്. ഷഹദ് ഇവിടെ ഉണ്ടെങ്കിൽ പൊളിച്ചേനേട്ടോ. ഷഹദിന്റെ ഡാൻസ് ഒക്കെ ഇവിടെ കണ്ടേനെ. കാരണം എന്താ അറിയാമോ, ഈ പുന്നമടയിൽ ആളുകൾ ഇളകി നിൽക്കുക. മഴയൊന്നും ഒരു വിഷയം, ചെറിയ മഴയൊക്കെ ഉണ്ട്, ഒരു വിഷയമല്ല, മഴയൊന്നും അവർക്ക് പ്രോബ്ലം അല്ല. അപ്പോൾ താമരശ്ശേരിയിലെ കാര്യം പറയൂ. താമരശ്ശേരി ചുരം താമരശ്ശേരി ചുരത്തിലും നേരിയ തോതിലുള്ള മഴയുണ്ട്. അതുകൊണ്ട് തന്നെ മഴ ശക്തമാവുകയാണെങ്കിൽ വീണ്ടും ചുരത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തും എന്നുള്ളതാണ് ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുള്ളത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് കഴിഞ്ഞ ദിവസം ഈ അപകടമുണ്ടായിട്ടുള്ള, അതായത് കഴിഞ്ഞ 3 ദിവസം വലിയ രീതിയിൽ അപകടം ഉണ്ടായി, പാറക്കെട്ടുകൾ വീണ ആ ചുരത്തിന്റെ 9ാം വളവിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെയാണ് കഴിഞ്ഞ ദിവസം മണ്ണ് വീണ ഇത്തരത്തിൽ ഗതാഗതം പൂർണ്ണമായിട്ടും നിലച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. ഇന്നലെ വൈകിട്ടോടുകൂടി ഇവിടുത്തെ ഗതാഗതം വീണ്ടും പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ വലിയ മൾട്ടി ആക്സിൽ വാഹനങ്ങൾക്ക് മാത്രമാണ് നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ളത്. മറ്റു വാഹനങ്ങൾ നിയന്ത്രണ വിധേയമായിട്ട് കടത്തിവിടും എന്നുള്ളതാണ് ജില്ലാ കളക്ടർ ഇന്നലെ ചേർന്ന യോഗത്തിന്റെ അടിസ്ഥാനത്തിൽ അറിയിച്ചിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഇപ്പോൾ KSRTC ബസ്സും അതുപോലെ തന്നെ സ്വകാര്യ ബസ്സുകളും ഒക്കെ തന്നെ അതായത് യഥേഷ്ടം ഇതുവഴി യാത്ര ചെയ്യുന്നുണ്ട്. പക്ഷേ മൾട്ടി വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും നമ്മളിപ്പോൾ ഇവിടെ നിന്ന മണിക്കൂറുകളിൽ നമുക്ക് കാണാൻ സാധിച്ചത് അനധികൃതമായിട്ട് ഇത്തരത്തിലുള്ള വാഹനങ്ങൾ ഇപ്പോഴും ചുരത്തിൽ പ്രവേശിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം 2 ഭാഗങ്ങളിൽ പോലീസ് നിൽക്കണം. ഇപ്പോൾ കോഴിക്കോട് നിന്ന് വരുന്ന ഭാഗത്തേക്ക് മാത്രമാണ് പോലീസ് ഉള്ളത്. വയനാട്ടിൽ നിന്നും വരുന്ന ഭാഗത്ത് ഇത് പരിശോധിക്കാനോ അല്ലെങ്കിൽ ഇത് തടയാനോ കൃത്യമായിട്ട് പോലീസ് സംവിധാനം ഇല്ല എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അതുകൊണ്ട് തന്നെ വരും മണിക്കൂറുകളിൽ അവിടെ പോലീസിനെ ഏർപ്പെടുത്തി ഇത്തരത്തിൽ ഈ മൾട്ടി വാഹനങ്ങൾ അല്ലെങ്കിൽ വലിയ വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുക തന്നെ ചെയ്യും. മറ്റൊന്ന് ഇതുവഴി കടന്നു പോകുന്ന സഞ്ചാരികളോടുള്ളതാണ്. കാരണം ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ആകർഷണ കേന്ദ്രമാണ് നമ്മുടെ ഈ വ്യൂ പോയിന്റ് എന്ന് പറയുന്നത്. വ്യൂ പോയിന്റിൽ പൂർണ്ണമായിട്ടും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുള്ളത്. അല്പസമയം മുൻപ് T സിദ്ദീഖ് MLA യും നമ്മളുമായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഇപ്പോൾ ഓണക്കാലമാണ്, അതുകൊണ്ട് പഴം, പച്ചക്കറി ഉൾപ്പെടെയുള്ള സാധനങ്ങൾ കൊണ്ടുപോകുന്ന ലോറികൾ ഇവിടെയുണ്ട്. ഒപ്പം തന്നെ KSRTC ബസ്സുകൾ, ചെറുകിട ബസ്സുകളൊക്കെ തന്നെയുണ്ട്. അത് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ വലിയ വാഹനങ്ങൾക്ക് പൂർണ്ണമായിട്ടും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. സഞ്ചാരികൾക്കും അതുപോലെ തന്നെ ചുരത്തിൽ വാഹനങ്ങൾ നിർത്തി കാഴ്ച കാണുന്നതിനും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. SKN. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.